നവംബർ 13-ാം തീയതി ഈ പുണ്യദിനങ്ങൾക്ക് കൊടിയേറുമ്പോൾ ഇവിടെ 101 മണിക്കൂർ അഖണ്ഡ ആരാധനയോടുകൂടിയാണ് നമ്മൾ ഈ പുണ്യദിനങ്ങളിലേക്ക് പ്രവേശിക്കുക. നവംബർ 15-ാം തീയതി ശനിയാഴ്ചയാണ് ദിവികാരുണ്യ അത്ഭുതത്തിൻ്റെ വാർഷിക ദിനം. ഈ പുണ്യപ്പെട്ട ദിനങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുക തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തിയായ മാർ ജോസഫ് പാംബ്ലാനി പിതാവും മാർ ജോർജ് മലിമറ്റം പിതാവും ഞർലക്കാട് ജോർജ് പിതാവും താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ റെമിജിയോസ് പിതാവും അലക്സ് പിതാവും റവറൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവുമാണ്. അതോടൊപ്പം തന്നെ 15-ാം തീയതി വാർഷിക ദിനത്തിൽ ഈ ദിവികാരുണ്യ അത്ഭുതം സംഭവിച്ച അന്നത്തെ വിശുദ്ധ ബലി അർപ്പിച്ച നമുക്കേവർക്കും പ്രിയങ്കരനായ പതിക്കൽ തോമസ് അച്ഛനും അന്ന് 12:30 വിശുദ്ധ ബലി അർപ്പിക്കുന്നു എന്നുള്ളതും ഈ പുണ്യദിനത്തിൻ്റെ പ്രത്യേകതയാണ്. നവംബർ 16-ാം തീയതി കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന അഖില കേരള പ്രഥമ ദിവികാരുണ്യ ക്വിസ് മത്സരം നടത്തുകയാണ്. ഇതോളം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമായി 150ഓളം ടീമുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നവംബർ 17 മുതൽ 19 വരെ പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകനായ നന്ദു ജോൺ ബ്രദർ നേതൃത്വം നൽകുന്ന ദിവികാരുണ്യ കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. 19-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ദിവികാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരായ 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും അതോടൊപ്പം തന്നെ ദിവികാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനവും ഈ പുണ്യഭൂമിയിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. 21-ാം തീയതിയാണ് ദേവാലയത്തിൽ നിന്ന് ഈശോയെ വഹിച്ചുകൊണ്ടുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം. നവംബർ 22-ാം തീയതി ദിവികാരുണ്യ ഈശോയെ അതിരിറ്റ് സ്നേഹിച്ച കാർലോ അക്വിറ്റസിൻ്റെ ജീവിതത്തിലൂടെ ഒരു സംഗീത നൃത്ത ശില്പം ഈശോയുടെ സ്വന്തം കാർലോ എന്ന പേരിൽ ഈ ദേവാലയ അങ്കണത്തിൽ അരങ്ങേറുകയാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ദിനമായ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിനമായ നവംബർ 23-ാം തീയതി എല്ലാ വഴികളും ഈശോയിലേക്ക്, ദിവികാരുണ്യ ഈശോയിലേക്ക് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഒടുവള്ളി, ഓർക്കയം, നടുവിൽ, വെമ്മാണി എന്നീ ഭാഗങ്ങളിൽ നിന്ന് തലശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ നേതൃത്വത്തിൽ ചെമ്പന്തൊട്ടി, ചെമ്പേരി, വായാട്ടുപറമ്പ്, തളിപ്രമ്പ് മേഖലകളുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുരാജൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വലിയ പ്രേക്ഷിത റാലിയും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അന്ന് അഭിവന്ദ്യ ജോസഫ് പാംബ്ലാനി പിതാവ് ഈ പ്രേക്ഷിത റാലിക്ക് നേതൃത്വം നൽകുന്നതും 10 മണിക്ക് ദേവാലയ അങ്കണത്തിൽ വെച്ച് തിരുനാൾ സന്ദേശം നൽകി നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. അന്നത്തെ പ്രധാന വിശുദ്ധ കുർബാന അതിരൂപതയുടെ ചാൻസലറായ പ്രിയ ബഹുമാനപ്പെട്ട മുട്ടത്തൂന്നേൽ ജോസഫ് അച്ഛൻ നമുക്കായിട്ട് അർപ്പിക്കുന്നതാണ്. ഈ തിരുനാളിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 13 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 6:30, 10:30, 12:30, ഉച്ച കഴിഞ്ഞ് 3:30 വൈകുന്നേരം 6 മണിക്കും വിശുദ്ധ കുർബാനയും തിരുമുഖ നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. അനുഗ്രഹദായകമായ ഈ പുണ്യ നിമിഷങ്ങളിലേക്ക് നമുക്കും പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹസ്വാഗതം. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.